നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ജി പി എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോഗ്രഷൻ, ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ് ആർ 4 and 8 റെസ്പെക്റ്റീവ്ലി. ദെൻ ദ 21st ടേം ഈസ്. അപ്പോൾ ഒരു ജി പിയിലെ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, തേർഡ് ടേമും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 21st ടേം. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് ആദ്യം എഴുതാം. ഫസ്റ്റ് ടേം തന്നുള്ളത് 4, തേർഡ് ടേം തന്നിരിക്കുന്നത് 8. 21st ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A21, അതായത് 21st ടേം എത്രയാണെന്ന്. അപ്പോൾ ഒരു ജി പിയില് nth ടേം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ A ഇൻറ്റു R റേസ് ടു n-1. A എന്ന് പറയണത് ഫസ്റ്റ് ടേം, R എന്ന് പറയണത് കോമൺ റേഷ്യോ, n എന്ന് പറയണത് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ A21 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? A ഇൻറ്റു R റേസ് ടു 21 മൈനസ് 1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു R റേസ് ടു 20. അപ്പോൾ നമുക്ക് ഇതിലെ ഫസ്റ്റ് ടേം നമുക്ക് ഈ ജി പിയിലേക്ക് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു, പക്ഷെ നമുക്ക് കോമൺ റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കോമൺ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ R റേസ് ടു 20. അപ്പോൾ നമുക്ക് ഈ കോമൺ റേഷ്യോ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 21st ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്ന ഈ ഡീറ്റെയിൽസ് നോക്കാം. A1, അതായത് ഫസ്റ്റ് ടേം എന്തായി വരും? A ഇൻറ്റു R റേസ് ടു 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു R റേസ് ടു 0 ഈസ് ഈക്വൽ ടു A ഇൻറ്റു R റേസ് ടു പവർ 0. ഏത് ടേമിന്റെയും പവർ 0 ആകുമ്പോൾ എന്താണ്? അതിന്റെ വാല്യൂ 1 ആണ്. സോ A ഈസ് ഈക്വൽ ടു 4. ഇനി A3, അതായത് തേർഡ് ടേം ഈസ് ഈക്വൽ ടു A ഇൻറ്റു R റേസ് ടു 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു R സ്ക്വയർ ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? A ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടിയിട്ടുണ്ട്, R സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്നും കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനെ 1 ഈ ഇക്വേഷനെ 2 എന്നും കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോമൺ റേഷ്യോയുടെ വാല്യൂ അറിയണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ A ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ AR സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെ ഇക്വേഷൻ വരും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഡിവൈഡ് ചെയ്തു, 1ഉം 2ഉം ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിലെ എയും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. പിന്നെ 4 ഒരു ടൈം, 4 8 2 ടൈംസ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. ഇനി നമുക്ക് ഈക്വൽ ടു വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ലേ, ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ R സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ Rന്റെ വാല്യൂ എന്തായിരിക്കും? √2. അപ്പോൾ നമുക്ക് കോമൺ റേഷ്യോയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 21ാമത്തെ ടേം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞല്ലേ, അതിലെ Rന്റെ വാല്യൂ നമുക്ക് കിട്ടി √2. അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ Rന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A21 അല്ലെങ്കിൽ 21st ടേം ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു √2 ഓൾ റേസ് ടു 20. അതായിരിക്കും 21st ടേം വരാം. അപ്പോൾ 4 ഇൻറ്റു √2 റേസ് ടു 2 ഓൾ റേസ് ടു 10. അപ്പോൾ ഈ ഫോമും സെയിം ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം വാല്യൂയിലേക്ക് വരും. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു √2 സ്ക്വയർ എത്രയാ? 2 റേസ് ടു 10. 2 റേസ് ടു 10ന്റെ വാല്യൂ 1024 ആണ്. അപ്പോൾ 21st ടേം ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1024. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 1024 ഇൻറ്റു 4 16904. അപ്പോൾ 21st ടേം ഈസ് ഈക്വൽ ടു 4096. അപ്പോൾ 21st ടേം എത്രയാണ് കിട്ടി? 4096 എന്ന് കിട്ടി. അപ്പോൾ
ഈ ആൻസറായി മാച്ച് ചെയ്യണ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഇ ഈ ആൻസർ ആയിട്ട് നല്ല മാച്ച് ഉണ്ട്. സോ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ.